മുഅ്മിനീങ്ങളെ, ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, വരുന്ന ഞായറാഴ്ച 7-ാം തീയതി മുഅല്ലിം ഡേ എന്ന പേരിൽ അധ്യാപന ദിനമായി ആചരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ചില ദിവസങ്ങളെ പ്രത്യേക ദിനാചരണങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കുകയും ആ നിലക്കവയെ കൊണ്ടാടുകയും ചെയ്യുന്ന പതിവ് സുപരിചിതമാണ്. ഇന്ന് ആഗോളതലത്തിൽ തന്നെ ഒരുപാട് ദിവസങ്ങളെ ദിനാചരണങ്ങളായി മാറ്റിയതായി കാണാം, കൊണ്ടാടുന്നതായി കാണാം. മാതൃദിനം, ഉമ്മയെക്കുറിച്ച്, തന്റെ മാതാവിനെ കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ സമുദായത്തിനുണ്ടാക്കാൻ വേണ്ടിയാണ് മാതൃദിനം കൊണ്ടാടുന്നത്. അതുപോലെ ശിശുദിനം കുട്ടികളുമായി ബന്ധപ്പെട്ട ദിനമാണ്. അതുപോലെ വൃദ്ധദിനം, പരിസ്ഥിതി ദിനം, വാലന്റൈൻ ദിനം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ദിനങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ആഗോളതലത്തിൽ തന്നെ. ആരോഗ്യദിനം, വായനാ ദിനം എന്ന് പറയുന്നത് പോലെ ജലദിനം, വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും അത് കൂടുതൽ അതിനെക്കുറിച്ചുള്ള ഒരു ബോധമുണ്ടാകാനും വേണ്ടിയാണ് ഇത്തരം ദിനങ്ങൾ ആചരിക്കുന്നതായി നാം കാണുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മുതൽ ആഗസ്റ്റ് 23 പ്രത്യേകമായ ഒരു ദിനമായി പ്രഖ്യാപിച്ചു. ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കുകയാണ്. കാരണം ചന്ദ്രയാൻ 3 വിജയിച്ച ഒരു സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ 2023 ഓഗസ്റ്റ് മാസത്തിൽ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ ഓരോ ദിനങ്ങൾക്കും ആഗോളതലത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പ്രത്യേകമായ ദിനങ്ങളെ ആചരിക്കുന്നതായി നാം കണ്ടുവരുന്നു. 2 ലക്ഷ്യങ്ങളാണ് അതിൽ നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ആ വിഷയത്തിന്റെ പ്രാധാന്യം ഇന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. 2, ആ വിഷയവുമായി ബന്ധപ്പെട്ട തെറ്റുകളെ തിരുത്തുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വായനാ ദിനം, ഇത് വായനയെ പ്രോത്സാഹിപ്പിക്കുന്നവയാണ്. വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വായനാ ദിനമുണ്ടായി. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രഥമ വഹിയ് തന്നെ ഇഖ്റ ആയത്, വായിക്കുക. ഇഖ്റഇന്റെ വിപ്ലവത്താൽ ഉമ്മിയായ ജനതയെ ലോക നായകരാക്കി മാറ്റാൻ അതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. തഫ്സീർ, ഹദീസ് പണ്ഡിതന്മാർ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഇന്നും ലോകത്തിന് വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്നു. വായനാ ദിനത്തിന്റെ പ്രത്യേകതയാണ്. ഇഖ്റയിലൂടെ അനേകം ശാസ്ത്രജ്ഞന്മാരുണ്ടായി. വർഗീയ ഒരു പ്രഭാഷക കഴിഞ്ഞ വർഷം ചോദിക്കുകയുണ്ടായി, ഒരു തീപ്പെട്ടി കൊള്ളിയെങ്കിലും അറബികൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. അവർക്ക് മറുപടിയായിക്കൊണ്ട് പറയാനുള്ളത്, അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അവർക്കത് മനസ്സിലാക്കാൻ കഴിയും. ചരിത്രം പഠിച്ചാൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഇബ്നു സീന, അബൂബക്കർ റാസി, അബുൽ ഖാസിം അസ്സഹ്റാവി തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ലോകത്തിന് വൈദ്യശാസ്ത്രം നൽകി. കിതാബ് ഷിഫ, ഖാനൂൻ ഫി തിബ്ബ്, ആരോഗ്യപരമായി വൈദ്യശാസ്ത്രമായി മഹാനായിരിക്കുന്ന ഇബ്നു സീന റഹിമഹുല്ലാഹ് ഈ 2 ഗ്രന്ഥങ്ങൾ തെരഞ്ഞെടുത്തു, രചിച്ചു. ആഗോളതലത്തിൽ തന്നെ ലോകത്തിന് മുമ്പിൽ 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ
ലോകരാഷ്ട്രങ്ങൾ കിതാബു ശിഫയും ഖാനൂനു ഫിത്തിബ് എന്ന മഹിതമായ വൈദ്യശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പാശ്ചാത്യ ലോകത്തിന് പോലും വൈദ്യശാസ്ത്രത്തിന് മനസ്സിലാക്കി കൊടുത്തത് ഈ രണ്ട് ഗ്രന്ഥങ്ങളായിരുന്നു. ആരാ രചിച്ചത്? മുസ്ലിം പണ്ഡിതന്മാർ. വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ നിഖില മേഖലകളും അടങ്ങിയ കിതാബാണ്, പുസ്തകമാണ് ഈ രണ്ട് പുസ്തകങ്ങളും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ അൽ ജിബ്ര, ലോകത്തിന് മുഹമ്മദ് അൽ ഖവാരിസിമി എന്ന ഒരു മഹാനെ കൊടുത്തു. എന്താ നടന്നത്? നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ പോലെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടുപിടിക്കപ്പെട്ടതാണ്. അദ്ദേഹം അത് രചിച്ചത് ഫറായിലുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണെങ്കിലും ലോകത്തിന് കണക്കുമായി മനസ്സിലാക്കാൻ ആ മുസ്ലിം പണ്ഡിതന്റെ ആ ഗ്രന്ഥത്തിന് കഴിഞ്ഞു എന്നതാണ് സത്യം. ഇരിക്കട്ടെ, ചുരുക്കത്തിൽ ഓരോ ദിനാചരണവും വലിയ ലക്ഷ്യത്തോടെയാണ് നടക്കുന്നത്. ആ വിധം ആഗോളതലത്തിൽ തന്നെ ആചരിച്ചു വരുന്ന പ്രധാനപ്പെട്ട ഒരു ദിനമാണ് അധ്യാപക ദിനം എന്നുള്ളത്. അതുപോലെ മുഅല്ലിം ഡേ എന്ന പേരിൽ അറിയപ്പെടുന്ന ദിനം അതുമായി ബന്ധപ്പെട്ടതാണ്. സെപ്റ്റംബർ 5 അവർ അധ്യാപക ദിനമായി ആചരിക്കുന്നു. അധ്യാപകൃത്തിയുടെ പദവിയും ബഹുമാനവും മനസ്സിലാക്കി കൊടുക്കുവാനും ബോധവൽക്കരണം നടത്തുവാനും വേണ്ടിയാണത്. സത്യത്തിൽ അറിവ് വെളിച്ചമാണ്, അറിവില്ലായ്മ ഇരുളാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചത് അധ്യാപകരാണ്. അധ്യാപകർ മനസ്സിന്റെ ഇരുൾ മാറ്റി വെളിച്ചം പകരുന്നവരാണ് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മനസ്സ് വെളിച്ചമായാൽ അവന്റെ സംസാരം, അവന്റെ സമീപനം, അവന്റെ പ്രവർത്തനം, അവന്റെ ഇടപാടുകൾ എല്ലാം വെളിച്ചമുള്ളതായി മാറുന്നു. ആ നിലക്ക് അധ്യാപകവൃത്തി ലോകത്തെ തന്നെ ഏറ്റവും വലിയ സേവനമാണ്, സൽക്രമമാണ് കൊണ്ടു നടന്നത്. അധ്യാപകർ ഏറ്റവും കൂടുതൽ നന്മ ഈ ലോകത്തിന് സമർപ്പിച്ചവരാണ്. എന്നാൽ ഏറ്റവും ലോകം കണ്ട വലിയ അധ്യാപകനാണ് കേട്ടോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുരുവുമായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണം ഗുരു എന്നാൽ ഇരുളനെ നീക്കുന്ന ആൾ എന്നാണ് അർത്ഥം വരുന്നത്. ഗു എന്നത് ഇരുൾ എന്നും രു എന്നത് നീക്കുന്നയാൾ എന്നുമാണ് അർത്ഥം. എങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകം കണ്ട മഹാഗുരുവാണ് കേട്ടോ. അവിടുന്ന് വന്നത് തന്നെ ഇരുൾ നീക്കാനാ, വെളിച്ചം നൽകാനാ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തുൽ മാഇദ 15-16 ആയത്തുകളിലൂടെ ആ സംഭവം പഠിപ്പിക്കുന്നുണ്ട്. യാ അഹ്ലൽ കിതാബ്, ഓ വേദക്കാരെ, ഖദ് ജാഅകും റസൂലുനാ, നിങ്ങൾക്ക് ഞങ്ങളുടെ റസൂല് വന്നിരിക്കുന്നു. യുബയ്യിനു ലക്കും കസീറൻ മിമ്മാ കുൻതും തുഖൂന മിനൽ കിതാബ്, വേറെ ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ച പലതും ലോകത്തിന്റെ മുമ്പിലേക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു ഗുരു നിങ്ങൾക്ക് വന്നിരിക്കുന്നു, ഒരു റസൂൽ നിങ്ങൾക്ക് ഇതാ വന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മാത്രമല്ല ആ റസൂലിന്റെ പണി എന്താണ്? വയഅഫൂ അൻ കസീർ, പലതിനെയും മാപ്പ് നൽകുന്നവരും അദ്ദേഹം മാപ്പ് നൽകുന്നവരുമാണ്. മാത്രമല്ല ഖദ് ജാഅകും മിനല്ലാഹി നൂറും വ കിതാബും മുബീൻ, നിങ്ങൾക്ക് പ്രകാശവും വ്യക്തമായ ഗ്രന്ഥവും നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു കേട്ടോ. ആ ഗ്രന്ഥം കൊണ്ട് യഹ്ദി ബിഹല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം നൽകുന്നു. മനിത്തബഅ റിദ്വാനഹു, അല്ലാഹു
തന്റെ തൃപ്തിയെ പിൻപറ്റുന്ന ആളുകൾക്ക് സന്മാർഗം നൽകുകയും ചെയ്യുന്നു. സുബുലസ്സലാം, സമാധാനത്തിന്റെ മാർഗത്തിലേക്ക്, അതേ രക്ഷയുടെ മാർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ തൃപ്തിയെ പിൻപറ്റുന്ന ആളുകൾക്ക് സന്മാർഗം ഹിദായത്ത് നൽകുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു വയുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലന്നൂർ, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക്, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങളെ വഴി കാണിക്കുന്നവരാണ് റസൂലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ബിഇദ്നി, അത് അല്ലാഹുവിന്റെ ഉത്തരവോടുകൂടിയാണ് നിങ്ങൾക്ക് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ പ്രകാശത്തിലേക്ക് വരുമ്പോ വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം, യഥാർത്ഥ ചൊവ്വായ മാർഗത്തിലേക്ക് നിങ്ങൾക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുന്നു. ചരിത്രം പരിശോധിച്ചാൽ അവിടുത്തെ മികച്ച അധ്യാപന രീതിയിലൂടെ അനേകം പ്രവർത്തനങ്ങൾ, ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ മദീന മസ്ജിദുൻ നബവിയിലെ മദീന പള്ളിക്കകത്തൊരാൾ മൂത്രമൊഴിക്കുകയാണ്. ഇന്ന അഅറാബിയ, ഒരു ഗ്രാമീണനായ മനുഷ്യന് ബാലബിൽ മസ്ജിദ്, പള്ളിയിൽ മൂത്രമൊഴിക്കുകയാ. ഫസാറ ഇലൈഹിന്ന, ജനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അടുക്ക് ഓടിയെടുക്കുകയാണ്. ഓടിയെടുക്കുന്നതിനാൽ യഖഉ ബിഹി, അദ്ദേഹത്തിന് അതിൽ നിന്ന് തടയാൻ വേണ്ടിയാണ് ഓടിയെടുക്കുന്നത്. അവരോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫഖാല ലഹും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞത് ദഊഹു, ഒഴിച്ചു പോയില്ലേ, വിട്ടേക്കുക. വഅഹ്രികൂ അലാ ബൗലിഹി ദനൂബൻ മിമ്മാ, അതേ വെള്ളം കൊണ്ട് അവിടെ നിങ്ങളെ കഴുകി വൃത്തിയാക്കുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? ഫഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ, എളുപ്പം നൽകാനാണ് എന്നെ ലോകത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വലം തുബഅസൂ മുഅസ്സിരീൻ, അതേ മറ്റുള്ളവരെ വേദനിപ്പിക്കാനല്ല, മറ്റുള്ളവരെ പ്രയാസം കാണാതിരിക്കാനല്ല എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തന്റെ സ്വഹാബാക്കൾക്ക് അധ്യാപനം നടത്തുകയാ. മറ്റൊരവസരത്തിൽ ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധഭൂമിയിൽ വെച്ച് ശത്രുവിനെതിരെ ശാപ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ശിഷ്യൻ പറയുമ്പോ അവിടുന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ശാപ പ്രാർത്ഥന നടത്തുമായിരുന്നെങ്കിൽ നമുക്ക് യുദ്ധം വിജയിക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഫഖാല ഇന്നമാ ബുഇസ്തു റഹ്മതൻ മുഹ്ദാ, എന്നെ അനുഗ്രഹം ചെയ്യുന്നവനായിട്ടാണ് നിയോഗിച്ചത്. മുഹ്ദാതൻ, അതേ നന്മയിലേക്ക് ഹിദായത്ത് നൽകുന്നവനായിട്ടാ എന്നെ നിയോഗിച്ചത്. വലം അബ്അസു ലഅനാ, ഒരിക്കലും തന്നെ ശാപവാക്ക് ഞാൻ പറയില്ല, ശാപമായി കൊണ്ടൊരാൾക്കെതിരെയും ദുആ ചെയ്യില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. യുദ്ധഭൂമിയിൽ വെച്ചാ പറയുന്നത്, ശത്രുക്കൾക്കെതിരിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ സമയത്തും മുത്തുനബിയുടെ ചിന്ത അതാണ്. അവിടുന്ന് ആയിരുന്നു ഇദാ സുഇല അയ്യദുഅ അലാ അഹദിൻ, ഒരാളുടെ മേലിൽ അതേ അയാൾക്കെതിരിൽ പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നെങ്കിൽ, ഒരാൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമാവട്ടെ, അവൻ അമുസ്ലിമാവട്ടെ, അവൻ പൊതുവുള്ളവനാവട്ടെ, പ്രത്യേകക്കാരനാകട്ടെ, ഒരു വ്യക്തിയുടെ മേലിൽ ദുആ ചെയ്യാൻ പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് അവിടുന്ന് പറയുമായിരുന്നു അദല അനി ദുആഹി അലൈഹി, ആ ദുആഇനെ തൊട്ട് നബിതങ്ങൾ തെറ്റുമായിരുന്നു, അതിനെതിരിൽ നബിതങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നില്ല. വദഅലഹു, അദ്ദേഹത്തിന്റെ ഗുണത്തിന് വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന്
ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സഹാബാക്കൾ പഠിപ്പിക്കുകയാണ്. നോക്കൂ, യുദ്ധമാണ്, ശത്രുവാണ്, പക്ഷേ അവർക്കെതിരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രാർത്ഥിച്ചില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാഷിസം എന്ന ഒരു നീചമായൊരു വാർത്ത കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ കണ്ടു, കേട്ടു. പത്രമാധ്യമങ്ങളിലൂടെ, വാർത്തകളിലൂടെ വായിക്കുകയും കേൾക്കുകയും ചെയ്യാൻ കഴിഞ്ഞു. ഇക്കാലത്തും അറിവിന്റെ വെളിച്ചം മനസ്സിലേക്ക് കയറിയില്ലാത്ത ചില മനുഷ്യമൃഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു കാക്കട്ടെ. യുപി സംഭവം നിങ്ങൾക്കറിയാം. ഒരു ബെഞ്ചാമന മകൻ 7 വയസ്സായ ഒരു കുട്ടിയുടെ മുഖത്ത് മറ്റുള്ള കുട്ടികളെ കൊണ്ട് അടിപ്പിക്കുക, യാതൊരു ഉളുപ്പമില്ലാത്ത രീതിയിൽ, ലവലേശം സ്നേഹമില്ലാത്ത രീതിയിൽ ചെയ്യുന്ന ചില ആളുകളെ കാണാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫാഷിസം എത്ര നീചമാണ്! ഒരു കൊച്ചു കുട്ടിയോടാണ് ഇവരുടെ അതിക്രമം നടന്നത്. എന്നാൽ നാം മനസ്സിലാക്കണം, ഇന്ന് ഒരു മുസ്ലിം അധ്യാപക, അത് ഈ ചെയ്ത ആള് മുസ്ലിം അധ്യാപക ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇരിക്കട്ടെ, അധ്യാപകർക്ക് ഓരോ വിദ്യാർത്ഥിയും എന്റേതാണ് എന്ന മനസ്സുണ്ടാവണം. അതേ, അമ്പിയാക്കളെല്ലാം തന്റെ പ്രബോധകരെ, തന്റെ ജനങ്ങളെ വിളിച്ചത് യാ ഖൗമി, എന്റെ സമുദായമേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ സ്വഹാബത്തിനെ വിളിച്ചത് അസ്വഹാബി, എന്റെ സ്വഹാബാക്കൾ, എന്റെ അനുയായികളെ, എന്റെ എന്നാണ്. ആ രീതിയിലായിരിക്കണം അധ്യാപകർ ഉണ്ടാവേണ്ടത്. അവരാണ് യഥാർത്ഥ അധ്യാപകന്മാർ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ എന്ന ബോധം നഷ്ടപ്പെട്ടു പോയ അധ്യാപകൻ യഥാർത്ഥത്തിൽ അധ്യാപകനാകാൻ യോഗ്യനല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള അധ്യാപകനെ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതാണ് മഹാനായിരിക്കുന്ന സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന അധ്യാപകനെ ബഹുമാനിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ചില വസ്തുക്കളുടെ പേരുകൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ കാരണത്താൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ, ആദം നബിയെ ബഹുമാനിക്കാൻ വേണ്ടി സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. അങ്ങനെ മലക്കുകളൊക്കെ സുജൂദ് ചെയ്തു. ഒരാൾ ചെയ്തില്ല. അവൻ ലോകം മുഴുവനും ഖിയാമത്ത് നാൾ വരെ ശപിക്കപ്പെട്ടവനായി മാറി. അധ്യാപകനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്താൽ അവനക്ക് വലിയ സ്ഥാനമുണ്ടാകും. മാത്രമല്ല, അധ്യാപകനെ ബഹുമാനിക്കാതെ ആദരിക്കാതെ അവനെ ബഹുമാനിക്കാതിരുന്നു കഴിഞ്ഞാൽ ശപിക്കപ്പെട്ടവനായി മാറുമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. ഇന്ന മിൻ ഇജ്ലാലില്ലാഹി ഇക്റാമ ദി ശൈബത്തിൽ മുസ്ലിം. നരബാധിച്ച മുസ്ലിമിനെ ബഹുമാനിക്കുക എന്നുള്ളത് അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ്. അതുപോലെ വഹാമിലുൽ ഖുർആൻ, ഖുർആൻ ചുമക്കുന്നവർ, ഖുർആൻ പഠിപ്പിക്കുന്നവർ, ഖുർആൻ പഠിക്കുന്നവർ, അവരെ ബഹുമാനിക്കുക എന്നുള്ളത് അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ്. നീതിമാനായ ഭരണാധികാരെ ബഹുമാനിക്കുക എന്നുള്ളത് അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആദരവ് ദീൻ അംഗീകരിച്ചതാണ്. മഹാന്മാരുടെ ജീവചരിത്രം പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് മനസ്സിലാകും. അതിലേക്ക് കടന്ന് സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മഹാനായിരിക്കുന്ന താബിആയ 5 സ്വഹാബികളെ കണ്ട മഹാനാണ് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു. മഹാനവറുകൾ പറയുമായിരുന്നു, എന്റെ ഉസ്താദിന്റെ ഹമ്മാദ് എന്നവർ എന്റെ ഉസ്താദാണ്. എന്റെ ഉസ്താദിന്റെ വീടിന്റെ നേരെ ഞാൻ കാല് നീട്ടിയിരുന്നില്ല. കാരണം എന്റെ ഉസ്താദിന്റെ വീടിന്റെയും എന്റെ വീടിന്റെയും ഇടയിൽ 7 വഴികൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ആ ഭാഗത്തേക്ക് അദ്ദേഹം കാല് നീട്ടിയിരുന്നില്ല. അത്രമാത്രം ബഹുമാനമായിരുന്നു ഉസ്താദിനോട്. ഹമ്മാദ് എന്നവർ വഫാത്തായത് മുതൽ
അദ്ദേഹം ഒരു നിസ്കാരവും നിസ്കരിക്കുമായിരുന്നില്ല അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടല്ലാതെ. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, നാം നമ്മുടെ അധ്യാപകന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു.